ഓർക്കിഡുകളുടെ ഉൽപാദനവും വിപണനവും കേരളത്തിലുടനീളം ഇന്ന് വിഷമം കൂടാതെ നടത്താൻ സാധിക്കുന്ന ഒരു ബിസിനസ്സായി വളർന്നു കഴിഞ്ഞു. കേരളത്തിനകത്തും അന്യസംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്നും പൂക്കൾ വിറ്റഴിക്കുന്നുണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ഓർക്കിഡ് പുഷ്പങ്ങൾ കയറ്റി അയക്കുന്ന വൻകിട ഫാമുകളും നമ്മുടെ പല നഗരങ്ങളിലും നിലവിലുണ്ട്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയിൽ ഷീല ജോയി, സോഫിയ ജസ്റ്റിൻ എന്നീ വീട്ടമ്മമാർ ചേർന്ന് നടത്തുന്ന ടിനോ ഗാർഡൻസ് കേരളത്തിലെ മറ്റു വീട്ടമ്മമാർക്ക് ഓർക്കിഡുകൾ വളർത്താൻ പ്രേരണയായി തീരുമെന്നതിന് സംശയമില്ല. ഇത് ഹാങ്ങിങ് വേണ്ടിയാണ്. ഹാങ്ങിങ് വേണ്ടിയുടെ 3-4 വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. ഇത് നല്ല മെജന്ത കളറിൽ ഡോട്ടുള്ളത്, വയലറ്റ് കളറിൽ ഡോട്ടുള്ളതും ഒക്കെയാണ്. ഈ ഹാങ്ങിങ് വേണ്ടിയും ഇതിൻ്റെയും പൂക്കൾക്ക് നല്ല മണമുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഡെൻഡ്രോബിയാണ് ഈ കാണുന്നത്. ഇതിലൊരു വെറൈറ്റിയാണ് ജംഗം എന്ന് പറയുന്നതാണ് ആ പിങ്ക് കളറിലേത്. ഇത് ബനാന സ്വീറ്റാണ് ഈ യെല്ലോ കളറിൻ്റെത്. ഇത് വന്നിട്ട് എക്കപ്പോൾ പെയിൽ ഫേസ് ആണ്. ഇത് വന്ന് ക്യൂൻ പിങ്ക് കളറിലെയാണ്. അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ ഇവിടെ 100ഓളം വെറൈറ്റികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊരു എയർ പ്ലാന്റ് ആണ്. ഇത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ നിറച്ച് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ്. കട്ട് ചെയ്ത് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ നിറച്ച് തൂക്കിയിട്ടാൽ കർട്ടൻ പോലെ കിടക്കുന്ന ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ പോയ ഉഡുമോസി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ബ്ലൂ വയലറ്റിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് വന്നിട്ട് അരാൻഡിങ് ബ്ലൂ ആണ്. ഇത് ഒരു ബ്ലൂവിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് പോയ ബുരാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ബുരാന വൈറ്റ്. ഇത് വന്നിട്ട് കോമ്പാക്യം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് യെല്ലോ ബട്ടർഫ്ലൈ ആണ് ആ നിൽക്കുന്നത്. റിംഗോ ഗ്രീൻ സ്റ്റാർ ആണ് ഈ നിൽക്കുന്ന പ്ലാന്റ്. സോമാർക്ക് വൈറ്റ് എന്ന് പറയുന്നതാണ് ഈ പ്ലാന്റ്. സോണിയ വെറൈറ്റീസ് ആണ് ആ തൊണ്ടിൽ കിടക്കുന്ന അതെല്ലാം സോണിയ വെറൈറ്റീസ് ആണ്. ഇത് മുക്കാറ എന്ന് പറയുന്ന ഈ ചെടി നല്ല കാണാൻ ഭംഗിയുള്ള പൂക്കളും ഒത്തിരി ദിവസം നിൽക്കുന്നതുമാണ്. ഇത് നമുക്ക് കട്ടിങ്സ് എടുത്ത് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒത്തിരി കളറുകളുണ്ട്. വെള്ളയിൽ ഡോട്ട്, ഓറഞ്ച്, മഞ്ഞ, മെജന്ത, അങ്ങനെ ഒത്തിരി കളറുകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഫിലിനോപ്സിസ് ഒത്തിരി കളറുകൾ, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ കാണാൻ ഭംഗിയുള്ള പൂക്കളാണിത്. പുള്ളിയുള്ളതും ലൈനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസാണ് ഈ നിൽക്കുന്നത്. ഈ ഫാമിൽ ഓർക്കിഡിന്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. കൂടാതെ ആന്തൂറിയം, ഗ്രൗണ്ട് ഓർക്കിഡ്, ജമന്തി, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയും വളർത്തുന്നുണ്ട്. ഓർക്കിഡിന്റെ തന്നെ ഏതാണ്ട് 100ഓളം വെറൈറ്റികൾ നമുക്കിവിടെ കാണാനാകും. നമ്മുടെ ഇവിടെ എത്ര സ്ഥലത്താണ് ഓർക്കിഡിന്റെ കൃഷി ചെയ്യുന്നത്? 40 സെന്റ് സ്ഥലം. മൊത്തം 40 സെന്റ് സ്ഥലത്താണ്. 40 സെന്റ് സ്ഥലത്ത് വേറെ എന്തൊക്കെയാണ്? വേറെ ആന്തോറിയം, ഗ്രൗണ്ട് ഓർക്കിഡ്, ജമന്തി എല്ലാം ചെയ്യുന്നുണ്ട്. ഓർക്കിഡിന്റെ എത്ര വെറൈറ്റീസ് ഇവിടെ ഉണ്ട്? 100ഓളം വെറൈറ്റി ഉണ്ടല്ലേ. പ്രധാനപ്പെട്ട കുറച്ച് പേര് പറയാം. ഫിലിനോപ്സിസ്, ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്, പിന്നെ ഒൻസീഡിയം, ഫിലിനോപ്സിസ് ഒക്കെ ഉണ്ടല്ലേ. കൂടാതെ ആന്തൂറിയം ഉണ്ട്. പിന്നെ ആന്തൂറിയം, ജമന്തി, തെറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പൂക്കൃഷിയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് എത്ര കാലമായി? ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു 20 വർഷം കൊണ്ട് ചെടി വളർത്തുന്നുണ്ട്. അപ്പം ആദ്യം ചെടി വളർത്താൻ തുടങ്ങിയത് എന്താണ്? റോസ് വളർത്താൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർക്കിഡിന്റെ ഈ ഫിലിപ്പിക്ക എന്ന് പറയുന്ന പഴയ വെറൈറ്റി കിട്ടി. അത് സ്റ്റാർട്ടിങ് ഓർക്കിഡ് വളർത്തി തുടങ്ങി. പിന്നെ എന്തേ പിന്നെ റോസ് കുറച്ച് നാളായിട്ടാണ് റോസ് നിർത്തിയത്. അല്ലെങ്കിൽ റോസ് ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കിഡ് കുറച്ചുകൂടി നോക്കാൻ എളുപ്പമായതുകൊണ്ടാണ് അതിലേക്ക്. ഓർക്കിഡ് കൃഷി ഇത്രയും വിപുലമായി ചെയ്യാനായിട്ട്
ഈ ഒരു പ്ലാനും പദ്ധതിയൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? അത് വെറുതെ വെറുതെ അങ്ങ് തുടങ്ങിയതാ. ഈ കളക്ഷനൊക്കെ ഇത്രയും വെറൈറ്റീസിന്റെ കളക്ഷനൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കേരളത്തിലെ പല സ്ഥലത്തും പോയി കണ്ട് അത് മേടിച്ചോണ്ട് വരുമായിരുന്നു. ഇങ്ങനെ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യവും താല്പര്യവും അതൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഇത്രയും പോയി ഹസ്ബൻഡ് പിന്നെ കൂടെ സഹായിക്കാൻ ഒരു ഫാമിലി ഉണ്ട്, സോഫിയ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ പോവും, ഇതെല്ലാം കൊണ്ടുവരും. അപ്പൊ ഇതൊക്കെ പരിപാലിക്കുന്നൊക്കെ ഷീല തന്നെയാണ്? അതെ, തന്നെയാണ്. എന്തൊക്കെയാ ഒരു ദിവസത്തെ പരിപാലന രീതി പറയും? ഒരു ദിവസം രാവിലെ എണീറ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ അതിന് വളം പ്രയോഗിക്കും ഒരു ദിവസം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം വൃത്തിയാക്കിയൊക്കെ കളകളെല്ലാം പറിച്ച് വൃത്തിയാക്കുക. അങ്ങനെ ഒരു 3 മണിക്കൂർ ചെടിയുടെ കൂടെ എന്നും വേണം. എന്ത് വളപ്രയോഗമാണ് ഇത് ചെയ്യുന്നത്? ഓർക്കിഡിനാണെങ്കിൽ ഗ്രീൻ കെയർ, അത് ഫ്ലവറിങ്ങിനുള്ളതും ഗ്രോത്തിനുള്ളതും ഉണ്ട്. അപ്പോൾ അത് കൊടുക്കും. പിന്നെ ഫിലിനോപ്സിസിനൊക്കെ ആണെങ്കിൽ ചാണകത്തിൻ്റെ തെളി എടുത്തിട്ട് അത് ഇതിലൊഴിച്ചു കൊടുക്കും. പിന്നെ ഡെൻഡ്രോബിയത്തിനും വല്ലപ്പോഴും അത് ചെയ്യും. വേപ്പും പിണ്ണാക്ക് കുതിർത്തിട്ട് തെളിയെടുത്ത് അതൊഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഓർക്കിഡിന്റെ തന്നെ വിവിധ ഇനങ്ങൾക്ക് ഓരോ തരത്തിലുള്ള വളപ്രയോഗമാണോ ചെയ്യേണ്ടത്? അല്ല, എല്ലാത്തിനും ഗ്രീൻ കെയർ കൊടുക്കും. പിന്നെ ഫിലിനോപ്സിസിന് കൂടുതൽ ചാണകത്തിൻ്റെ തെളിയൊക്കെയാണ് കൊടുക്കുക. പിന്നെ തേങ്ങ വെള്ളം അതൊക്കെ കൂടുതൽ ഫിലിനോപ്സിസിന് കൊടുക്കും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പൂക്കൾ ഏത് വെറൈറ്റിയിലാണുള്ളത്? ഫിലിനോപ്സിസ് തന്നെയാണ്. തിരുവനന്തപുരത്തെ വെമ്പായം കൃഷിഭവന്റെ സഹായ സഹകരണത്തോടെയാണ് ഇവർ പൂക്കൃഷി നടത്തുന്നത്. ഉദ്യാന കൃഷിക്കായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ കർഷകർക്കായി ധാരാളം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. പരിമിതമായ സ്ഥലത്താണെങ്കിൽ പോലും ചെടിച്ചട്ടികളിൽ 1000 ചെടികൾ നടാനായാൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൃഷി ഓഫീസറുടെ അന്വേഷണങ്ങൾക്ക് ശേഷം കൃഷിഭവനിൽ നിന്നും ലഭിക്കാവുന്നതാണ്. മാഡം, ഈ പൂക്കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കൃഷിഭവനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? പൂക്കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് നേരിട്ട് കൃഷിഭവനെ സമീപിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടുകൂടി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുണ്ട്. അതിൽ തന്നെ ഉദ്യാന നഴ്സറിക്ക് വേണ്ടി പദ്ധതിയുണ്ട്, ചെറുകിട നഴ്സറി, അതുപോലെ വലിയ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. അതുപോലെ തന്നെ ഷെയ്ഡ് നെറ്റ്, ഗ്രീൻ ഹൗസ്, പ്ലാസ്റ്റിക് ടണൽ, അങ്ങനെ വിവിധ കമ്പോണൻസിന്